Our next topic is about the Python installation using another step. നോക്കാം, ഒരാൾ സ്റ്റാൻഡേർഡ് പൈത്തൺ അയാളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പാൻഡാസ് കിട്ടുമോ ഇല്ലയോ എന്നാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ സാധാരണയായിട്ട് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ സിസ്റ്റത്തിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സർവീസ് പാക്ക് അവൈലബിൾ ആണോ എന്നറിയണം. ഈ സർവീസ് പാക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അയാളുടെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് പാൻഡാസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യണ പൈത്തണിലേക്ക്. അത് എങ്ങനെ നമുക്കറിയാൻ പറ്റും? പ്രോപ്പർട്ടീസ്, മൈ കമ്പ്യൂട്ടറിലെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ സർവീസ് പാക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്കതുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തു, അത് കഴിഞ്ഞ് ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ഇത് വർക്കിംഗ് ആണോ, എറർ വരുമോ, ഇതൊക്കെ അറിയണം. അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ഫോൾഡർ എടുത്തിട്ട് പൈത്തണിൽ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. ഈ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് നമ്മൾ ഈ കുറച്ച് റിക്വയർഡ് ആയിട്ടുള്ള ചില കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യണം. ആദ്യം തന്നെ ഇൻസ്റ്റാൾ numpy എന്നുള്ള കമാൻഡ്, പിപ്പ് ഇൻസ്റ്റാൾ 6, പിപ്പ് ഇൻസ്റ്റാൾ പാൻഡാസ്. numpy എന്ന് വെച്ചാൽ എന്താണ്? ഗ്രൂപ്പായിട്ട് നമുക്കിപ്പോൾ numpy വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലൈബ്രറി ആണെന്ന് അറിയാലോ. numpy അതെ പാൻഡാസും അതെ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ഡാറ്റ അനലൈസ് ചെയ്യാൻ. 6 എന്ന് പറയണത് നമ്മൾ ഏത് വേർഷനാണ് പൈത്തണിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഒറിജിനലി നമുക്ക് പഴയ വേർഷനുണ്ട്, പുതിയ വേർഷനുണ്ട്. അപ്പോൾ ആ വേർഷൻസ് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫീച്ചേഴ്സ് വർക്ക് ആവായോ, കോമ്പാറ്റബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ടായാൽ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 6 എന്നുള്ള ലൈബ്രറീനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ പോലെ ഇമ്പോർട്ട് പാൻഡാസ് ആസ് PD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എററും വന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റലേഷൻ സക്സസ്ഫുൾ ആണ്. ഇനി ധൈര്യമായിട്ട് പാൻഡാസ് നമുക്ക് യൂസ് ചെയ്യാം. ഇമ്പോർട്ട് എന്തിനാണ് യൂസ് ചെയ്യണേ? ഇമ്പോർട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ ലൈബ്രറീസ് വേണമോ അല്ലെങ്കിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് വേണമോ ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കീവേഡാണ് ഇമ്പോർട്ട്.